ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കടലക്കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ തലേന്ന് തന്നെ കടല കുതിർത്ത് വയ്ക്കണം. വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല ഇതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലാവശ്യമായ വെള്ളം നമ്മൾ കടല എത്രയുണ്ടോ അതിന് മേളിൽ നിൽക്കണം വെള്ളം. കുറച്ച് ഒരല്പം മേളിൽ നിൽക്കേണ്ട രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഓരോ കുക്കറിന് ഓരോ സമയമായിരിക്കുമല്ലോ വേവിൻ്റെ സമയം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കുക്കറിന് എത്രത്തോളം ടൈം എടുക്കും എന്നുള്ള രീതിക്ക് അനുസരിച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കാവുന്നതാണ്. ഓരോ കുക്കറിൻ്റെ ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മളിത് കുക്കറിലിരുന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് മറ്റ് അരപ്പുകളൊക്കെ റെഡിയാക്കി എടുക്കാം. സവാള ഞാൻ എടുത്തിട്ടുണ്ട്. സവാള 2 മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ലേശം ഇഞ്ചി ഞാൻ കൊത്തി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. നമുക്കത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കിത് കറിക്ക് ഇടയ്ക്ക് ഇഞ്ചി കടിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാവും. പിന്നീട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും മറ്റ് കാര്യങ്ങളും വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കടുക് പൊട്ടിക്കുക. പിന്നീട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും മറ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ ഇത് വഴണ്ട് വരുന്നതാണ്. ആ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്നുകൂടി വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഒന്ന് നന്നായി വഴണ്ട് വരണം. അതുവരെ നന്നായി വഴറ്റിയെടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് മറ്റ് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വഴലട്ടെ. ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ഒരു കടലക്കറിയാണ്. നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കണം. പിന്നീട് നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി. എരിവിനനുസരിച്ച് ചേർക്കാം. നമുക്ക് എരിവ് കുറവ് മതിയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. പിന്നീട് മല്ലിപ്പൊടി, ലേശം ഉലുവാപ്പൊടി, ഒരു നുള്ളു മതിയാവും. പിന്നീട് അതിലേക്ക് കായം കൂടെ ചേർത്ത് കൊടുക്കണം. കായം ചേർക്കുന്നത് വളരെ നല്ലതാണ്, കറിക്ക് നല്ല മണമൊക്കെ കിട്ടും. പിന്നീട് ഇറച്ചി മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇളക്കിയെടുത്തിട്ട് പിന്നീട് നമ്മളിത് ഈ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കടലയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ കടല നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഈ കടല എടുക്കുന്ന ടൈമിൽ കുറച്ച് കടല ഞാനിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കടല നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ച് വെക്കണം. നമ്മൾ ഈ മാറ്റി വയ്ക്കുന്ന കടല നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ച് ഒരു പേസ്റ്റാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അരപ്പുകളൊക്കെ ചേർത്ത് സവാള വഴറ്റിയതും അരപ്പും എല്ലാം കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഈ ഒരു കടല അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കടല അരച്ച് വെച്ചത് ചേർക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്ക്, നല്ല കൊഴുപ്പായിരിക്കും കറിക്ക്. എല്ലാവർക്കും ഈ കറി ഇഷ്ടമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഈ കറി കൂട്ടി നല്ലതുപോലെ ചപ്പാത്തിയൊക്കെ കഴിക്കും. അപ്പോൾ നമ്മൾ ഈ കടല
അതിലേക്ക് നമ്മൾ കടല അരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുക്കറിൽ ഇട്ട് 1-2 വിസിലൂടെ കേൾപ്പിക്കുക. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അത് നന്നായി ഒന്ന് അരഞ്ഞ് പേസ്റ്റാക്കിയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വളരെ നല്ലൊരു ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് 2 വിസിലൂടെ കേൾപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ കറി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വാവ്, സൂപ്പർ ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.